എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം ഓണത്തിന് പോലും ഒരു വീഡിയോ ഇട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ ആങ്ങളുടെ മോൻ്റെ കല്യാണമായിരുന്നു, നാട്ടിലൊക്കെ പോയേക്കുമായിരുന്നു. ആ വിശേഷമെല്ലാം കഴിഞ്ഞ് വന്നു. ഇങ്ങോട്ട് ഇന്ന് വന്നു കഴിഞ്ഞപ്പം ഓണമൊന്നും ഒരുങ്ങിയില്ല. ഈ പ്രാവശ്യം ഒരു വീഡിയോ പോലും ഇടാനും പറ്റിയില്ല. കല്യാണത്തിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു മത്തങ്ങ എരിശ്ശേരി എങ്ങനെ വയ്ക്കാമെന്ന്, ഞാൻ വയ്ക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമല്ലോ എന്ന് കരുതിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഓണാശംസകൾ. ലേറ്റായിട്ടാണ് വിഷ് ചെയ്യുന്നത്, സോറി. എല്ലാവരും നല്ല വിശ്വസമായിട്ട് അത് എടുക്കണം. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. മത്തങ്ങ എരിശ്ശേരി വയ്ക്കാൻ ഞാൻ വൻപയറാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അവരവരുടെ ഇഷ്ടം എത്ര വേണോ ക്വാണ്ടിറ്റി അത്രയും വെച്ചെടുക്കാം. ഞാനിത് വൻപയർ കുതിർത്തെടുത്തതാണ്. ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ്. അത് നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാമേ. ഇത് ഞാൻ കുക്കറിനകത്ത്. അടുത്തത് ഞാൻ എടുത്തേക്കുന്നത് മത്തങ്ങയാണ്. നല്ല വിളഞ്ഞ മത്തങ്ങയാണിത്. മത്തങ്ങയും ഞാൻ ഒരുമാതിരി വലിയ പീസാക്കിയിട്ട് നമുക്കിതും ഈ പരിപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പരിപ്പല്ല, പയറിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ അടുപ്പേ വെച്ചൊരു 3-4 വിസിൽ വിട്ടെടുക്കാമേ. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് നമുക്കിത് കുക്കർ അടച്ചു വെച്ച് ഒരു 4 വിസിൽ വിടാം. ഇതിലേക്ക് അരപ്പിന് ആവശ്യമായ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക്, തേങ്ങ, പച്ചമുളക്, ജീരകം, ഒരു 2 വെളുത്തുള്ളി. ഇത് നല്ല നൈസായിട്ട് നമുക്ക് അരച്ചെടുക്കണം. കുക്കർ തുറന്ന് നോക്കി നല്ല വിസിലെല്ലാം പോയിട്ടുണ്ട് നമ്മുടെ. നമുക്ക് ഈ മത്തങ്ങയും പയറും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാമേ. വെള്ളമൊക്കെ ഇത് മതി. ഇനി എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ഇതിനകത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് മത്തങ്ങ എരിശ്ശേരിക്ക് മെയിനായിട്ട് നമ്മൾ ഇച്ചിരി തേങ്ങ വറുത്തിടണേ. അപ്പം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ തേങ്ങ, ഒരു ശകലം തേങ്ങ, ഞാനിതൊന്ന് വറുത്തെടുക്കുകയാണ്. ഞാൻ പൊടിയായിട്ട് തിരുമ്മി വെച്ച തേങ്ങയായിരുന്നു, അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് വറുക്കാം. നല്ല ചുമന്ന് നമ്മുടെ തേങ്ങ എല്ലാം ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാനിലേക്ക് തന്നെ നമുക്ക് കടുക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ഉള്ളിയും വറ്റൽമുളകും നന്നായി മൂപ്പിച്ച് നമുക്ക് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ വറവ് നമ്മുടെ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മുടെ തേങ്ങ കടുക് വറുത്ത് ഒഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇളക്കരുത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.